നിങ്ങളുടെ വാഹനത്തെ സംബന്ധിക്കുന്ന സകല വിവരങ്ങളെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടാക്സ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, ഹൈപ്പോത്തിക്കേഷൻ, അതുപോലെ വാഹനം വാങ്ങിയത് മുതൽ ഇന്ന് വരെ വാഹനവുമായി ബന്ധപ്പെട്ട് RTO ഓഫീസിൽ നടന്നിട്ടുള്ള വിവിധ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെ സകല വിവരങ്ങളും യാതൊരു തേർഡ് പാർട്ടി ആപ്പിൻ്റെയും സഹായമില്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയെന്നല്ലേ, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് RC ബുക്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആധാർ അധിഷ്ഠിതമായ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ RC ബുക്കിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതെങ്ങനെ കണ്ടെത്താമെന്നും, അതോടൊപ്പം തന്നെ ന്യൂ ഇന്ത്യ, ഓറിയന്റൽ തുടങ്ങിയ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന മോട്ടോർ പോളിസി ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ കോപ്പി എങ്ങനെ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടി പരിവാഹൻ.gov.in എന്ന വെബ്സൈറ്റ് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ കൂടുതൽ വ്യക്തമായി കാണുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെയും ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ ഓൺലൈൻ സർവീസസിന് താഴെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും, വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്ററിംഗ് അതോറിറ്റി. അപ്പോൾ ഇവിടെ രജിസ്റ്ററിംഗ് അതോറിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ RTO ഓഫീസ് ഏതാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ചെക്ക് ബോക്സ് ടിക്കറ്റ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പോപ്പപ്പ് വിൻഡോയ്ക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ സർവീസസ് എന്നൊരു മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അഡീഷണൽ സർവീസസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോ യുവർ വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഫുൾ ചേസിസ് നമ്പറും എൻജിൻ നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ നൽകിയിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ ഫില്ല് ചെയ്ത് വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടെ പരിവാഹൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ ഇതുവരെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ജനറേറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരുന്നതാണ്. ആ OTP ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ വാഹനത്തെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ പേജിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് ഓണറിൻ്റെ ഡീറ്റെയിൽസാണ് നൽകിയിരിക്കുന്നത്. ഓണറിൻ്റെ നെയിം, അഡ്രസ്സ്, അതുപോലെ തന്നെ എത്രാമത്തെ ഓണറാണ് ഇത് എന്നത് ഈ ഓണർ സീരിയൽ നമ്പറിന് നേരെ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇത് 3ാമത്തെ ഓണറാണ്. അതുപോലെ താഴെയായിട്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, വെഹിക്കിൾ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഏത് RTOയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുപോലെ വാഹനത്തിൻ്റെ എൻജിൻ നമ്പർ, ചേസിസ് നമ്പർ, കളറ്, ബോഡി ടൈപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ RC ബുക്ക് സംബന്ധിച്ച് RTO ഓഫീസിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസുമാണ് താഴെ ഡിസ്പാച്ച് RC എന്ന സെക്ഷന് കീഴെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ട് വരുമ്പോൾ അടുത്തതായിട്ട് ഫീ കളക്ഷൻ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷനാണ്. ഇവിടെ നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവിധ RTO ഓഫീസുകളിൽ നടത്തിയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏത് RTO ഓഫീസാണ്, എന്ത് സർവീസിന് വേണ്ടിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നൽകിയത്, എത്ര രൂപയാണ് നിങ്ങൾ പേയ്മെൻറ്റായിട്ട് പേ ചെയ്തത്, അതുപോലെ അതിൻ്റെ റെസീപ്റ്റ് നമ്പർ, റെസീപ്റ്റ് ഡേറ്റ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഫീ കളക്ഷൻ ഡീറ്റെയിൽസിന് കീഴെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈപ്പോത്തിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, NOC ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ഡീറ്റെയിൽസിന് കീഴെ നിന്ന് ലഭിക്കുന്നതാണ്.
പിന്നീട് താഴോട്ട് വരുമ്പോൾ വാഹനത്തിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വാഹനം റിന്യൂവൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ടാക്സ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെയായിട്ട് വാഹനത്തിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാഹനത്തെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ മുകളിലായിട്ട് പ്രിൻ്റ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അടുത്തായിട്ട് എങ്ങനെയാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് 2 ഇൻഷുറൻസ് കമ്പനികളുടെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ന്യൂ ഇന്ത്യ അഷുറൻസ് ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന മോട്ടോർ പോളിസിയും, അതുപോലെ തന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്ന മോട്ടോർ പോളിസിയുടെയും പോളിസി ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ മോട്ടോർ പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയോ ആണ് എങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇൻഷുറൻസ് പോളിസി ഡോക്യുമെൻറ്റ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ആവശ്യമുണ്ട്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ മോട്ടോർ പോളിസി ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വീഡിയോൻ്റെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ആദ്യമായിട്ട് ഡൗൺലോഡ് യുവർ റെഗുലർ പോളിസീസ് എന്ന റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ നൽകിയിരിക്കുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ താഴെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പോളിസി സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ഡോക്യുമെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പോളിസി ഡോക്യുമെൻറ്റ് ഇവിടെ ഇത്തരത്തിൽ ഡൗൺലോഡായിട്ട് വരുന്നതാണ്. അടുത്തായിട്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ മോട്ടോർ പോളിസി ഡോക്യുമെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പോളിസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ജനറേറ്റ് ടോക്കൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പോളിസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് നൽകി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ പോളിസി സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പോളിസി നമ്പർ എന്നതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പോളിസി ഡോക്യുമെൻറ്റ് ഇത്തരത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ ഡൗൺലോഡായിട്ട് വരുന്നതാണ്. വളരെ സിമ്പിളാണ് പോളിസി ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. പരിവാഹൻ സൈറ്റ് വഴി എങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ വിവരങ്ങൾ കണ്ടെത്തുക എന്നും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പോളിസി ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.